ഒരു സ്നേഹത്തിന്റെ മഴ പോലെയാണ് ക്രിസ്മസ് കടന്നുപോയി. ആഘോഷങ്ങളുടെയും ആനന്ദത്തിന്റെയും നിർവൃതികൾ ഓരോ ജനത്തിന്റെ ഇടയിലും കാണാൻ സാധിച്ചു. എല്ലാവരിലും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നിറവുകൾ മാത്രമാണ്. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനും അവന്റെ ബന്ധനങ്ങൾക്കും അവന്റെ തകർച്ചകൾക്കും ഇരുളടഞ്ഞ അവന്റെ ജീവിതങ്ങൾക്കും ഒരു രക്ഷയായി സ്വർഗത്തിന്റെ മകൻ ഭൂമിയിൽ ജാതനായതിന്റെ ആനന്ദത്തിന്റെ നിർവൃതി. എല്ലാ സന്തോഷങ്ങളുടെയും എല്ലാ ആനന്ദത്തിന്റെയും ഒക്കെ പിന്നാമ്പുറത്ത് ഒരു നോവിന്റെ കഥ പറയാനുണ്ട്. ജീവിതങ്ങൾ മാറി മറിയുമ്പോഴും ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും ഒരു സമൂഹത്തിലും സഭാജീവിതത്തിലും ലോകം മുഴുവനുമൊക്കെ സന്തോഷം ആസ്വദിക്കുന്നതിൻ്റെ പിന്നിൽ എവിടെയൊക്കെ ഒരു നോവിൻ്റെ കഥ ബാക്കിയാണ്. അപ്രകാരം ഒരു നോവെടുത്ത പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോരം വലിയൊരു വേദനയാണ് സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ ഭൂമിക്കായി സമ്മാനിക്കുമ്പോൾ ഏറ്റെടുത്തത്. സ്വർഗത്തിൻ്റെ മഹാസൗഭാഗ്യങ്ങൾ ഏറ്റെടുത്ത് നിൽക്കേണ്ട മകൻ, ആ നിർവൃതിയിൽ നിൽക്കേണ്ട മകൻ, പിതാവിൻ്റെ ചങ്കിനോട് ചേർന്നിരിക്കുന്ന തൻ്റെ പ്രിയപുത്രനെ അടർത്തിയെടുത്ത് തുച്ഛമാകുന്ന പരിമിതിയുള്ള ഈ ഭൂമിയിലേക്ക് തരുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ടാവും. അങ്ങനെ വേദനിക്കുമ്പോഴും തൻ്റെ വേദനകൾ മറച്ചു വെച്ചുകൊണ്ട് അനേകം വേദനകൾക്ക് മോചനദ്രവ്യമായി ഒരു സന്തോഷ നിർവൃതിയിൽ തൻ്റെ ജനമാകണമെന്ന് ആഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് പറിച്ചു തന്ന ഒരപ്പൻ്റെ വേദന പറയാതിരിക്കാൻ വയ്യ. അപ്രകാരം തന്നെ ഒരമ്മ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത് ഒരു രാത്രിയിൽ തണുത്തുറയുന്ന ഒരു പുൽക്കൂടിൻ്റെ ഒരു മൂലയിലിരുന്നു കൊണ്ട് വേദനയോടെ നൊന്തു പ്രസവിച്ചൊരു കുഞ്ഞിനെ ഈ ലോകത്തിന് സമ്മാനിക്കുമ്പോൾ ആ സമ്മാനം നൽകിയതിൻ്റെ പിന്നിൽ ഒരു നോവിൻ്റെ കഥ പറയാനുണ്ട്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ലോകം മുഴുവനും ഒരു സന്തോഷമായി മാറി. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഓരോ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ നേടിയെടുക്കുമ്പോൾ ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ച ഓരോ സന്തോഷങ്ങളുടെ പിന്നിലും ഇപ്രകാരമുള്ള ഒരു നോവിൻ്റെ കഥ പറയാനുണ്ട്. ഒരു കുഞ്ഞ് തൻ്റെ കയ്യിലേക്ക് കിട്ടിയ കളിപ്പാട്ടങ്ങളും തൻ്റെ നാവിന് രുചിക്കാൻ തന്ന മാധുര്യമുള്ള പലഹാരങ്ങളുമൊക്കെ ആസ്വദിക്കുമ്പോൾ എവിടെയോ വെയിലത്തും കാറ്റിലും ആടിയുലയുന്ന ഒരു ജീവിതത്തിൽ നോവുകളെടുത്ത മാതാപിതാക്കളുടെ നോവിൻ്റെ കഥ പറയാനുണ്ട്. അത് രുചിച്ചു കഴിയുമ്പോഴുള്ള അവൻ്റെ ആനന്ദവും സന്തോഷവും ആ നോവിൻ്റെ ബാക്കി പത്രമാണ്. എല്ലാ സന്തോഷങ്ങളുടെ പിന്നിലും ഇപ്രകാരം ഒരു നോവുണ്ടെങ്കിൽ ഈ നോവുന്ന വ്യക്തികളെയും ജീവിതങ്ങളെയും ഓർത്ത് അവർക്ക് നൽകേണ്ട സ്നേഹസമ്മാനങ്ങളുടെ പ്രത്യുത്തരമാണ് ഓരോ ക്രിസ്മസും. നമുക്ക് വേണ്ടി നോവുന്ന, നമുക്ക് വേണ്ടി നൊമ്പരപ്പെടുന്ന വ്യക്തികളെ ഓർത്ത് ഒരു നന്ദി പറയാൻ സാധിച്ചാൽ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് ആ ഒരു നന്ദിയാണ്. അവരെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ അതിലും വലുതായി മറ്റൊന്നുമില്ലെന്ന് പറയാൻ നമുക്ക് ധാരാളം സാധിക്കും. ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ആമേൻ.